സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും അഭാവത്തിലും മന്ത്രിസഭയ്ക്ക് ഇനി യോഗം ചേരാം. സൽമാൻ രാജാവ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇരുവരുടെയും അഭാവത്തിൽ ക്യാബിനറ്റിലെ ഏറ്റവും മുതിർന്ന അംഗം യോഗത്തിന് അധ്യക്ഷത വഹിക്കും. കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ്. വിഷൻ 2030 ലക്ഷ്യങ്ങളുടെ ഭാഗമായി രാജ്യത്തെ സ്വദേശി തൊഴിലാളികൾക്ക് വലിയ തോതിൽ ഗുണകരമാകുന്ന സുപ്രധാന ഭേദഗതികളോടെ സൗദി തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. തൊഴിൽ കരാർ, ജീവനക്കാരുടെ അവധി, സ്ഥാപനം വിട്ടുപോകൽ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട 6 ഭേദഗതികൾ ഉൾപ്പെടെ സൗദി തൊഴിൽ നിയമത്തിലെ 47 ആർട്ടിക്കിളുകളിലാണ് പരിഷ്കരണം വരുത്തിയത്. ചൊവ്വാഴ്ച ചേർന്ന സൗദി മന്ത്രിസഭാ യോഗം പുതിയ നിയമത്തിന് അംഗീകാരം നൽകുകയായിരുന്നു. 2025 ഫെബ്രുവരിയോടെ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരും. ഇത് സൗദി തൊഴിൽ രംഗത്ത് വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. പ്രസവാവധി നീട്ടൽ, സഹോദരനോ സഹോദരിയോ പോലുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണത്തിൽ ശമ്പളത്തോടു കൂടെയുള്ള അവധി, അനിശ്ചിതകാല തൊഴിൽ കരാറുകൾക്ക് നിർണിതമായ നോട്ടീസ് കാലയളവ് നൽകൽ തുടങ്ങിയവ തൊഴിൽ മാറ്റങ്ങളിൽ പ്രധാനമാണ്. പ്രസവാവധി 12 ആഴ്ചയായി നീട്ടി. നിലവിൽ ഇത് 10 ആഴ്ചയായിരുന്നു. അടുത്ത ബന്ധുക്കളുടെ മരണത്തിന് ശമ്പളത്തോടു കൂടി 3 ദിവസത്തെ അവധി അനുവദിക്കുന്നതാണ് മറ്റൊരു പരിഷ്കാരം. നിലവിൽ 1 ദിവസത്തെ അവധിക്കാണ് അനുമതിയുണ്ടായിരുന്നത്. ഓവർടൈം വേതനത്തിന് പകരം ശമ്പളത്തോടു കൂടിയ അവധി നൽകുന്നതാണ് മറ്റൊരു ഭേദഗതി. അധിക സമയം ജോലി ചെയ്താൽ മറ്റൊരു ദിവസം പൂർണ്ണ ശമ്പളത്തോടെ അവധി നൽകണം. എന്നാൽ അവധി വേണ്ടെങ്കിൽ പകരം വേതനം കൈപ്പറ്റാനുള്ള സ്വാതന്ത്ര്യവും തൊഴിലാളിക്കുണ്ടാകും. ജോലിക്ക് ചേർന്നാലുണ്ടാകാവുന്ന പ്രൊബേഷണൽ കാലയളവ് പരമാവധി 180 ദിവസമായി നിജപ്പെടുത്തിയതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പരിഷ്കാരം. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹം വിലായത്തിൽ പ്രാദേശിക മാർക്കറ്റിൽ വെച്ച് കലഹിച്ച നിരവധി പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു കൂട്ടം വിദേശികളെയാണ് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടിയത്. മാർക്കറ്റിൽ നിന്നും സംഘം തിരിഞ്ഞ് ആളുകൾ തമ്മിൽ അടിപിടി കൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കലഹത്തിൽ ഏർപ്പെട്ടവരെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം സമാന രൂപത്തിൽ ബർക്ക മാർക്കറ്റിൽ വെച്ച് അടിപിടി കൂടിയ പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി നടപടി സ്വീകരിച്ചിരുന്നു. ആളുകൾ സംഘം ചേർന്ന് കലഹിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പൊതുസ്ഥലങ്ങളിലെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർ വിലായത്തിൽ ചരക്കുമായി പോയ ട്രക്കുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം. ഇന്നലെ രാവിലെ സൊഹറിലെ പ്രധാന പാതയിലാണ് സംഭവം. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ലോക്കോമോട്ടീവും ട്രെയിലറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവ രണ്ടും കൂട്ടിയിടിക്കുകയും പിന്നാലെ വാഹനങ്ങളിൽ തീ പടരുകയുമായിരുന്നു. അപകടത്തിൽ 2 ട്രക്കുകളുടെയും എഞ്ചിൻ ഉൾപ്പെടെ കത്തിനശിച്ചു. പ്രദേശത്താകെ പുക നിറയുകയും മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. റോയൽ ഒമാൻ പോലീസ് മേഖലയിൽ ഏറെ നേരം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. ഖരീഫ് സീസൺ ആസ്വദിക്കാൻ ദോഫാറിൽ എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ബോധവൽക്കരണം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം വ്യാപിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി അറബിയിലും ഇംഗ്ലീഷിലുമുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്തിയ ബുക്ക്ലെറ്റ് സിവിൽ ഡിഫൻസ് പുറത്തിറക്കി. യാത്രയിലും മുന്നൊരുക്കങ്ങളിലുമെല്ലാം സൂക്ഷിക്കേണ്ട വിവരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ബുക്ക്ലെറ്റിലുള്ളത്. അതേസമയം ദോഫാർ ഗവർണറേറ്റിലെ പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും സർവ്വ സുരക്ഷയും നൽകാൻ സിവിൽ ഡിഫൻസ് സുസജ്ജമാണെന്നും വ്യക്തമാക്കി. സീസൺ തുടങ്ങിയതോടെ ദോഫാറിലേക്ക് നിരവധി സഞ്ചാരികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സീസൺ ആരംഭിച്ചതിന് പിന്നാലെ ഈ വർഷവും സലാല റൂട്ടിൽ നിരവധി അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 മുകളിൽ ജീവൻ പൊലിയുകയും ചെയ്തു. റോഡ് മാർഗം യാത്ര ചെയ്യുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങളും അധികൃതരുടെ നിർദ്ദേശങ്ങളും പാലിക്കുകയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നും റോഡ് സുരക്ഷാ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിച്ചു. തുംറൈത്ത് സലാല റോഡിൽ ബുധനാഴ്ച 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഇമ്രാത്തി യുവാവ് മരണപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റാഷിദ് അൽ നുഐമി എന്ന യുവാവാണ് മരണപ്പെട്ടത്.
യുവാവിന്റെ മൃതദേഹം സലാലയിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ നിന്നും വിമാനമാർഗം ദുബൈയിലേക്ക് എത്തിച്ചു. പരിക്കേറ്റവരിൽ ഇന്ത്യൻ പൗരനായ ഒരാളും സ്വദേശി പൗരനായ ഒരാളുമുണ്ട്. ഒമാനിലെ താപനില കുറയുന്നു. വ്യത്യസ്ത ഭാഗങ്ങളിൽ മഴ ലഭിച്ചതിന് പിന്നാലെ താപനില കുറയുന്നതായി ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. ഏറ്റവും കുറഞ്ഞ താപനില സൈക്ക് പ്രദേശത്താണ് രേഖപ്പെടുത്തിയത്. 20.2 ഡിഗ്രി സെൽഷ്യസ്. ഷാലിമിൽ 20.8 ഡിഗ്രിയും ദൽഖൂത്ത്, ഖൈറൂൻ, ഹെർത്തി എന്നിവിടങ്ങളിൽ 21.7 ഡിഗ്രിയും അലാനിയ ദ്വീപിൽ 22.5 ഡിഗ്രിയും ജലാലിൽ 22.9 ഡിഗ്രിയും ദുഃഖമിൽ 23.4 ഡിഗ്രിയും അൽ അഷ്കറയിൽ 23.6 ഡിഗ്രിയുമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഏറ്റവും ഉയർന്ന താപനില മക്ഷനിലാണ് രേഖപ്പെടുത്തിയത്. 44.6 ഡിഗ്രി സെൽഷ്യസ്. മസ്യൂനിൽ 43.4 ഡിഗ്രിയും മർമൂലിൽ 43.2 ഡിഗ്രിയും ഹൈമയിൽ 42.8 ഡിഗ്രിയും ജാലൂനിയിൽ 42.7 ഡിഗ്രിയും ഹംറ അദ്രുവിൽ 42.5 ഡിഗ്രിയും ഉമ്മുൽസമായിൽ 42.1 ഡിഗ്രിയും ഫഹൂദിൽ 41.9 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചകളിൽ 42 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തിയ പ്രദേശങ്ങളാണിത്. അതേസമയം രാജ്യത്ത് ന്യൂനമർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ചത് താപനില കുറയാൻ കാരണമാക്കി. ഇന്നലെയും വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. ബുറൈമി, സുവൈക്ക്, ഖാബൂറ, റുസ്താഖ്, ബഹ്ല, മുസന്ന, ഇസ്കി, സഹം, ഹംറ, നക്കൽ, ഇബ്രി, യങ്കൽ, സൊഹർ, ഇബ്ര വിലായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ദിവസങ്ങൾക്കിടെ ശക്തമായ മഴ പെയ്തത്. പല സ്ഥലത്തും അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. ഈ മേഖലയിൽ തണുത്ത കാറ്റും വീശിയിരുന്നു. മസ്കറ്റ് ഗവർണറേറ്റിലെ ബുറൈമിൽ ഒമാനി മത്സ്യബന്ധന ബോട്ട് കടലിൽ കാണാതായി. 2 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ബന്ധപ്പെട്ട അധികൃതരുമായി സഹകരിച്ച് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. ഇബ്രിയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എമിറാത്തി വനിതയെ അധികൃതർ എയർലിഫ്റ്റ് ചെയ്തു. പരിക്കേറ്റ സ്ത്രീയെ ഉടൻ തന്നെ ഹെലികോപ്റ്ററിലൂടെ ആവശ്യമായ ചികിത്സയ്ക്കായി അപകടസ്ഥലത്ത് നിന്നും ഇബ്രി ആശുപത്രിയിലേക്ക് മാറ്റി. വിദേശകാര്യ മന്ത്രാലയം, നാഷണൽ ഗാർഡിന്റെ റെസ്ക്യൂ സെന്ററുമായി സഹകരിച്ചായിരുന്നു ദൗത്യം. ഒമാനി അധികൃതരുടെ പിന്തുണയോടെ നാഷണൽ ഗാർഡ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് കൂടുതൽ വൈദ്യസഹായത്തിനായി UAE എത്തിക്കുകയും ചെയ്തു. ഒമാനിൽ കിങ് ഫിഷ് പിടിക്കുന്നതിന് താൽക്കാലിക വിലക്ക് വരുന്നു. ഈ മാസം 15 മുതൽ ഒക്ടോബർ 15 വരെയാണ് വിലക്ക് നിലനിൽക്കുക. കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കിങ് ഫിഷിന്റെ പ്രജനന കാലമാണിത്. ഈ കാലയളവിൽ 65 സെന്റിമീറ്ററിൽ കുറഞ്ഞ കിങ് ഫിഷ് മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയാൽ ഇവയെ കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കണമെന്ന് മന്ത്രാലയം മത്സ്യബന്ധന തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു. ചെറിയ കിങ് ഫിഷ് വിൽപ്പന നടത്തുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനും വിലക്ക് ബാധകമാണ്. നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് നിലവിൽ ശേഖരത്തിലുള്ള കിങ് ഫിഷിന്റെ അളവ് രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രാലയം മത്സ്യബന്ധന തൊഴിലാളികളോടും വ്യാപാരികളോടും ആവശ്യപ്പെട്ടു.